ഇങ്ങോട്ട് നോക്കുമട്ടി, നീ ഇതുപോലെ പറ. കൂടുതൽ മനുഷ്യ, നീ ധിക്കാരം കാണിക്കരുത്. ചേടാ അങ്ങനെയല്ല, ഞാനും ഇപ്പൊ തെറ്റായിട്ടാ വായിക്കുന്നത്. മനുഷ്യ വിട്ടേക്ക്, നിന്നെ അപമാനിക്കരുത്. ഇവൻ അപമാനമല്ല വണ്ടി, അഭിമാനം. അഭിമാനം എന്ന് പറയേ. നിന്റെ ഡയലോഗ് ഒന്ന് പറഞ്ഞേ. എടാ കള്ള, നീ ഇങ്ങോട്ട് വരരുത്. കാട് വെട്ടി നശിപ്പിക്കാൻ നോക്കണ്ട. അടിച്ച് നിന്റെ ഷേപ്പ് ഞാൻ മാറ്റിക്കളയും, പറഞ്ഞേക്കാം. ആരാ അത്? നാളെ വരുമ്പോ സ്ക്രിപ്റ്റ് മുഴുവൻ മനപ്പാടമാക്കിട്ട് വാ, അല്ലെങ്കിൽ നാളെ നിന്നെ കണ്ട എല്ലാവരും പൊട്ടിച്ചിരിക്കും. ഇല്ലില്ല, നമുക്ക് അങ്ങനെ റിസ്ക് എടുക്കാനൊന്നും പറ്റില്ല. വീറിന് എല്ലാ ഡയലോഗും നന്നായിട്ട് പറയാനറിയാം. അവൻ ഈ ഡ്രാമയിലെ ഹീറോ ആവട്ടെ. പിന്നെ ബണ്ടി, അവൻ ആ മരത്തിന്റെ റോൾ ചെയ്യട്ടെ. താങ്ക് യു സാർ. കുട്ടികളെ എല്ലാവരും പെട്ടെന്ന് റെഡിയാകൂ. അടുത്ത നമ്പർ നമ്മുടേതാണ്. നിങ്ങൾ രണ്ടാളും എവിടെയെങ്കിലും ചെന്ന് പതുങ്ങിയിരിക്കുക. ഞാൻ പറയുന്നത് വരെ നിങ്ങൾ ആരും പുറത്തു വരരുത്. അതായത് മിസ്റ്റർ കട്ട്കട്ട് എന്നെ ഹീറോ ആക്കുന്നത് വരെ നിങ്ങൾ ആരും പുറത്തു വരരുത്. ഈ നാടകം എങ്ങനെ നടക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ വേഗം ചെന്ന് ചാട്ട് കഴിച്ചിട്ട് വന്നേക്കാം. ഒരുപാട് സമയമായി, ഭയങ്കര വിശപ്പാ. ഇവിടെ അനങ്ങി പോരുത്, പറഞ്ഞേക്കാം. അടുത്ത നമ്പർ നമ്മളുടേതാണ്. അതെനിക്ക് നല്ലോണം അറിയാം വീർ, പക്ഷെ എനിക്ക് വിശപ്പ് അടക്കാൻ പറ്റുന്നില്ല. ഒരു 5 മിനിറ്റ് സമയം താ. ഒരു മിനിറ്റ് പോലും നിനക്ക് തരാൻ പറ്റില്ല. കട്ട്കട്ട് സാർ, ഞാൻ നല്ലപോലെ ഡയലോഗ് പറയും സാർ. എന്നെ ഹീറോ ആക്കാൻ പാടില്ലേ? വണ്ടി ഹീറോ ആയിട്ട് അഭിനയിക്കും, എങ്കിലേ മറ്റുള്ളവരെല്ലാം നല്ലപോലെ ആക്ട് ചെയ്യുള്ളൂ. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത് സാർ? ഇപ്പൊ നാടകം നിർത്തിയേ പറ്റൂ. സിംഹം ഇനിയും വന്നിട്ടില്ലല്ലോ. സിംഹം ഇല്ലാതെ ഈ നാടകം തുടങ്ങാൻ പറ്റില്ല. സിംഹമോ? സിംഹത്തിന്റെ സീൻ പിന്നെയല്ലേ വരുന്നത്. വേണമെങ്കിൽ നമുക്ക് സിംഹത്തെ റെഡിയാക്കാം. അല്ലേ ചിണ്ടു? അവൻ വരുമല്ലോ അല്ലേ? അതെ തീർച്ചയായിട്ടും വരും സാർ. അവൻ റോൾ ഓക്കെ ചെയ്തിട്ടാ പോയത് സാർ. അവന്റെ സീൻ തുടങ്ങുന്ന സമയത്ത് അവൻ ഇവിടെ തീർച്ചയായിട്ടും എത്തും, വിഷമിക്കേണ്ട. ഓക്കെ അവനെ വിളിക്കേണ്ടത് നിന്റെ കടമയാണ്. ഞാൻ കട്ടൺ ഓപ്പൺ ചെയ്യാൻ പോവാ. ഓൾ ദ ബെസ്റ്റ്. വീർ, എനിക്ക് നന്നായിട്ട് വിശക്കുന്നു. ഞാൻ ചാട്ട് കഴിച്ചിട്ട് വരട്ടെ പ്ലീസ്. അനങ്ങിപ്പോരുത്. അടങ്ങിയിരുന്നാൽ നിനക്കൊരു കുഴപ്പമുണ്ടാവില്ല. എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കിയ പിന്നെ നീ എന്റെ വയറ്റിലായിരിക്കും ഇരിക്കുന്നത്. നീ എന്നെ എന്ത് ചെയ്യൂടാ? അവനും എലിയാണ്, അവന്റെ പിഗ്ഗി ബാങ്കും എലി പോലെ തന്നെയാണ്. നിനക്ക് ഞാൻ ശരിക്കും വെച്ചിട്ടുണ്ട്. അകിടം പകിടം ആലം പാലം ഇക്കിടം തിക്കിടം ദം ദമാദം. എന്താ ഇവിടെ സംഭവിച്ചത്? വണ്ടി, നീ പിഗ്ഗി ബാങ്കിനെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യുകയാണ്. എന്റെ അമ്മച്ചി, പിഗ്ഗി ബാങ്കിന് എങ്ങനെ ജീവൻ വന്നത്? ഇത് സംസാരിക്കുന്നുണ്ടല്ലോ. പോലെ മോശമായൊരു ചെക്കന്റെ കൂടെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. ബൈ ബൈ. ഇല്ല, നീ ഇത് എങ്ങോട്ടാ പോകുന്നത്? നിക്ക് പോവല്ലേ, അവിടെ നിക്ക്. നിനക്കുള്ളിൽ എന്റെ അച്ഛൻ തന്ന ഒരുപാട് കോയിൻസ് ഉണ്ട്. നിൽക്ക്. ചിണ്ടു, നിന്റെ മാജിക് ഒന്നും നിർത്ത്. ഞാൻ എപ്പോഴും നിന്നോട് പറയാറില്ലേ, എന്തായാലും നീ അത് കേൾക്കുന്നില്ല. ഞാൻ അവന്റെ പിഗ്ഗി ബാങ്കിനെ നോർമൽ ആക്കി മാറ്റില്ല. അവൻ വീണ്ടും നിന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക. എനിക്കത് കാണുമ്പോ ദേഷ്യം വരുന്നു. ബൈ, ഞാൻ പോവാ. ഒന്ന് നിൽക്ക് എന്റെ പിഗ്ഗി ബാങ്ക്, ഒന്ന് നിൽക്ക്. ചേട്ടാ, ആദ്യം അവനെ തടഞ്ഞു നിർത്തണം. മതിയാക്ക് നിന്റെ കളി. നിൽക്ക്, അല്ലെങ്കിൽ അറിയാലോ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ ഇവനെ എടുത്ത് ചവിട്ടി പമ്പ കടത്തും. അവൻ എന്റെ വീറിനെയാണ് തല്ലിയിരിക്കുന്നത്. ഇന്ന് ഞാൻ എന്റെ ഡോങ്കി പവർ എന്താണെന്ന് കാണിച്ചു കൊടുക്കാം. എന്റെ നെക്ലസ്
എന്റെ ബാങ്കിൾസ്. അയ്യോ എന്താ ഇതൊക്കെ? രക്ഷിക്കണേ പോലീസ്, ആരെങ്കിലും എന്റെ jewels ഒന്ന് വാങ്ങിത്തരൂ. അയ്യോ 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 ഓടിക്കോ. ഇതെന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേ? നിനക്കെന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അതെ എമിലി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആ പിഗ്ഗി ബാങ്ക് ഭയങ്കര തന്ത്രക്കാരനാണ്. വീർ ഇന്നാ കയറ്. കുട്ടികളെ, നിങ്ങൾ നിങ്ങളുടെ ബാഗ്സ് എല്ലാം എടുത്തു വെക്ക്, എന്നിട്ട് നമുക്ക് ഇവിടുന്ന് പോകാം. നീ എന്തു പറയുന്നു മോന? മാഡ് മാക്സ് പറഞ്ഞതുപോലെ നീ എല്ലാ കാര്യങ്ങളും ചെയ്തോണം കേട്ടോ. ഞാനിവിടെ ഇതാ ലാഫിംഗ് ഗ്യാസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കേ. മിയാവ്. അല്ല, നീ ആരാ? എല്ലാവരെയും അറിയിച്ചേക്ക്, മനുഷ്യര് കാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ നിനക്ക് പറയേണ്ട കാര്യങ്ങളെല്ലാം നീ പറഞ്ഞോ. എന്താണ് നീ പറയാൻ വിചാരിക്കുന്നത്? എന്താണേലും പറഞ്ഞോ. വയ്യ, നമ്മളെ ആര് പിടിക്കാനാ? എങ്ങനെ പിടിക്കാനാ? നമ്മളെ പിടിക്കാൻ പറ്റുമോ? എവിടെയെങ്കിലും പതുങ്ങിയിരിക്കും, അല്ലെങ്കിൽ മനുഷ്യന്മാര് നമ്മളെ കണ്ട് പേടിച്ചോടും. നമ്മളെ പിടിക്കാനല്ലേ മനുഷ്യന്മാര് വരുന്നേ, വരട്ടെ. ഞാൻ ഇപ്പൊ തന്നെ അവനെ വകവരുത്താം. വേണ്ട ചിണ്ടു, ഈ ഫൈറ്റ് രണ്ട് റോബോട്ടുകൾ തമ്മിൽ നടക്കേണ്ട കാര്യമാണ്. ഇതിൽ ഒരിക്കലും മാജിക് പവേഴ്സ് യൂസ് ചെയ്യരുത്. റോബോബോയ് ഒരു കാര്യം പ്രൂവ് ചെയ്ത് കാണിക്കണം. അവൻ ഫുർസത്ത് കൻസ് ജനങ്ങൾക്ക് വേണ്ടി എന്ത് വേണേലും ചെയ്യുമെന്ന് പ്രൂവ് ചെയ്യണം. നീ ഒരൊറ്റ കാര്യം മാത്രം ചെയ്യ്. ടിംബക്ടുവിന് മെസ്സേജ് അയക്ക്. റോബോബോയ് ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറ. റിംഗ് റിംഗ്. ഹലോ, റോബോബോയ് ഡ്രാഗോസിന്റെ ഫൈറ്റിംഗ് ചാലഞ്ച് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. നാളെ രാവിലെ ഫൈറ്റിംഗ് തുടങ്ങാം. ഷൂസിൽ ഫോൺ കോളോ? ബോസ് ബോസ്, റോബോബോയ് എന്റെ ഷൂസിലേക്ക് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. അവൻ നമ്മുടെ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു ബോസ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നിങ്ങളെല്ലാവരും വലിയൊരു ഫൈറ്റ് കാണുവാൻ പോവുകയാണ്. വെൽക്കം ടു ദ മോസ്റ്റ് പവർഫുൾ
മോസ്റ്റ് ഡേഞ്ചറസ് ഒരു റോബോ. ഇത് എന്റെ ബോസിന്റെ ഏറ്റവും വലിയൊരു ക്രിയേഷൻ ആണ്, ഡ്രാഗോ. അടുത്തത് ഇതാ എത്തിക്കഴിഞ്ഞു, റോബോ ബോയ്. റോബോ ബോയ്, ഈ പ്രാവശ്യം നിന്റെ അടയാളം പോലുമില്ലാതെ ഞാൻ നിന്നെ നശിപ്പിച്ചിരിക്കും. ഓക്കേ, റെഡി, സ്റ്റാർട്ട് ദ ഫൈറ്റ്. ഇല്ല, ഒരിക്കലുമില്ല. ഇപ്പൊ ഞാൻ നിന്നെ വകവരുത്തും. ഞാൻ ഇപ്പൊ തന്നെ വീറിനെ എഴുന്നേൽപ്പിക്കാം. അകിടം പകിടം. വേണ്ട ചിണ്ടു, വീര നേരത്തെ പറഞ്ഞതല്ലേ, മാജിക് പവേഴ്സ് വേണ്ട, നീ അവനെ വിശ്വസിക്ക്. ഞാൻ നിന്നെ പിന്നീട് വന്ന് രക്ഷിക്കാം. ബൈ. നീ എന്തേ ചെയ്യുന്നേ? ആദ്യം എന്നെ ഒന്ന് രക്ഷിക്ക്, മറ്റുള്ളതൊക്കെ പിന്നെ ആലോചിക്കാം. അല്ല, ആദ്യം ഒരു കാര്യം പറ, ഞാൻ എങ്ങനെയാ നല്ല ചെക്കനാവേണ്ടത്? ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കുവാ. നല്ല കുട്ടി എന്ന് പറയുന്നതൊക്കെ ശരിക്കും അവൻ ആരെയും ഡിസ്റ്റർബ് ചെയ്യില്ല, ആരെയും ടീസ് ചെയ്യില്ല. നിന്നെ പോലെ മോശമായ ചെക്കൻ എന്ന് പറഞ്ഞാ അതിനുദാഹരണം ഞാൻ തന്നെയാ. അയ്യോ, രക്ഷിക്കേ, രക്ഷിക്കേ. അയ്യോ, ഞാൻ നിന്നെ രക്ഷിക്കാം, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇനി നീ ആരെയും ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യരുത്, അല്ലെങ്കിൽ അങ്ങോട്ട് നോക്കാൻ മുതലുകൾ നിന്നെ തിന്നാൻ റെഡി ആയിരിക്കാം. വേണ്ട വേണ്ട വേണ്ട, പ്ലീസ് എന്നെ ഒന്ന് രക്ഷിക്കൂ, പ്ലീസ്. ഐ പ്രോമിസ്, ഞാൻ ഇനി ഒരിക്കലും ആരെയും ഡിസ്റ്റർബ് ചെയ്യില്ല. പ്ലീസ് എന്നെ ഒന്ന് രക്ഷിക്കൂ, പ്ലീസ് പ്ലീസ്. ഓക്കെ, വാ. നിന്റെ പ്രോമിസ് എപ്പോഴും ഓർക്കണം. ഇനി അത് മറന്നു പോവാണെങ്കിൽ? അതെ, നിനക്ക് നാണമില്ലല്ലോ. നീ റോബോ ബോയ് അല്ലേ, പിന്നെ നീ എന്തിനാ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത്? എന്നെ നല്ല കുട്ടിയാക്കുവാൻ ശ്രമിക്കുവാണല്ലേ? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ വണ്ടിയോടാണോ നിന്റെ കളി? ഇവനൊന്നും ഒരിക്കലും നന്നാവില്ല. അപ്പൂപ്പ, ഞാൻ ഈ സ്വീറ്റ്സ് ഒക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, രുചി നോക്കി പറയാം. വേണ്ട, ഇപ്പൊ അതീ തുടണ്ട. നീ ഇതിന്ന് ഒരെണ്ണമെങ്ങാനും തിന്നു നോക്കിയാ പിന്നെ നിർത്തുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അപ്പൂപ്പ, എനിക്ക് കുറച്ച് സ്വീറ്റ്സ് തന്നൂടെ? എത്ര നല്ല മണമാണിത്, പ്ലീസ്. ചിണ്ടു, നീ ആദ്യം എന്റെ ഒരു ജോലി ചെയ്യ്. എനിക്ക് വളരെ സ്ട്രോങ് ആയ ഒരു ടേപ്പ് ഇതാ. അത് ഓപ്പൺ ആവരുത്, പൊട്ടുകയും ചെയ്യരുത്. ഒരു മാജിക് പവറിനും അതിനെ നശിപ്പിക്കാൻ പറ്റരുത്. എനിക്ക് അങ്ങനെ ഒരു ടേപ്പ് വേണം. അകിടം പകിടം ആലം ഫാലം ഇക്കിടം തികിടം ദം ദമാദം. ചിണ്ടു, ഇനി നിനക്ക് അപ്പൂപ്പൻ ഉണ്ടാക്കുന്ന പലഹാരം ഒന്നും കഴിക്കാൻ പറ്റില്ല. രാത്രി വരെ നീ ഒരു അല്പം വെയിറ്റ് ചെയ്യ്, ഓക്കേ? ശരിക്കും ഇത് ചീറ്റിംഗ് ആണ്. നീ ഒരു നല്ല ചെക്കനല്ലേ, പിന്നെ എന്തിനാ നീ എന്നെ ഇങ്ങനെ ചീറ്റ് ചെയ്യുന്നത്? ദയവേദി ഈ ടേപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യ്. ഓക്കെ, ഓപ്പൺ ചെയ്യാം. പക്ഷെ ഒരു കണ്ടീഷൻ, പലഹാരങ്ങളെല്ലാം അപ്പൂപ്പൻ ഉണ്ടാക്കി കഴിയുന്നത് വരെ നീ അപ്പൂപ്പനെ ഡിസ്റ്റർബ് ചെയ്യരുത്, മനസ്സിലായല്ലോ? പുറത്തേക്ക് പോയ ഒരു നല്ല കുട്ടിയെ പോലെ കളിച്ചുകൊണ്ടിരിക്കെ, ഓക്കെ? ഓക്കെ ഓക്കെ ഓക്കെ, ഇതൊന്ന് ഓപ്പൺ ചെയ്യ്. ഇത് കണ്ടോ, ഇന്ന് നമുക്ക് റോബോ ബോയ് ദിവാലി ഗിഫ്റ്റ് ആയിട്ട് ക്രാക്കേഴ്സ് കൊണ്ടുവന്ന് തരാന്ന് പറഞ്ഞിരിക്കുക. ഇന്ന് വൈകുന്നേരം റോബോബോയ് എല്ലാ കുട്ടികൾക്കും ദീപാവലി ആശംസകൾ നേരാൻ ഫുർസത് ഗഞ്ച് ചൗക്കിലേക്ക് വരുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അവൻ തന്നെയാണ് ഈ ലീഫ്ലെറ്റ്സ് എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത്. എല്ലാവർക്കും മെസ്സേജ് കൊടുത്തിരിക്കുകയാണ്. റോബോ ബോയ് ദീപാവലിക്ക് കുട്ടികളെ വിഷ് ചെയ്യാൻ വരുന്നോ?